കേരള കരമാലിന്യ പരിപാലന പദ്ധതി ഇരിട്ടി നഗരസഭ അത്തിത്തട്ട് ഡംപ് സൈറ്റ് കൺസൾട്ടേഷൻ മീറ്റിംഗ് ഇരിട്ടി നഗരസഭ ഹാളിൽ സംഘടിപ്പിച്ചു. കേരള കരമാലിന്യ പരിപാലന പദ്ധതി ഇരിട്ടി നഗരസഭ അത്തിത്തട്ട് ഡംപ് സെറ്റ് കൺസൾട്ടേഷൻ മീറ്റിംഗ് നഗരസഭ കൗൺസിൽ ഹാളിൽ വെച്ച് സംഘടിപ്പിച്ചു. ഇരിട്ടി നഗരസഭ ചെയർപേഴ്സൺ കെ ശ്രീലത ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. ഹെൽത്ത് ഇൻസ്പെക്ടർ അംബേദ്കർ സിദ്ദീഖ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സോയ അധ്യക്ഷനായി. KSW MP സോഷ്യൽ എക്സ്പേർട്ട് ഇ വിനോദ് കുമാർ, സോഷ്യൽ ഡെവലപ്മെന്റ് എക്സ്പേർട്ട് ബിബിൻ മാനുവൽ, എൻവയൺമെന്റ് എക്സ്പേർട്ട് മണികണ്ഠൻ V, എൻവയൺമെന്റ് എഞ്ചിനീയർ ധനേഷ് P, സോഷ്യൽ എക്സ്പേർട്ട് പ്രേംലാൽ എന്നിവർ നേതൃത്വം നൽകി. മോണിറ്ററിംഗ് എക്സ്പേർട്ട് ബിജു KT നന്ദി പറഞ്ഞു. 12ാം വാർഡിലെ റഞ്ചിങ് ഗ്രൗണ്ടിൻ്റെ ചുറ്റുവട്ടമുള്ള എല്ലാ ആൾക്കാരെയും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ഈ മീറ്റിംഗ് സംഘടിപ്പിച്ചിട്ടുള്ളത്. പക്ഷേ ഇന്നെന്താണെന്നറിയില്ല, എല്ലാവരും പങ്കെടുത്തിട്ടില്ല. അത്തിത്തട്ടുന്നാകെ ഒരു 3 ആളാണ് പങ്കെടുത്തിട്ട് കാണുന്നത്. ബാക്കി ആൾക്കാരെ നമ്മൾ പങ്കെടുക്കാത്ത ഒരു സ്ഥിതിയുണ്ട്. പക്ഷേ അവർക്കൊന്നും ഒരു പ്രശ്നമില്ല. ഇപ്പോൾ വിളിച്ചാലും തന്നെ പറഞ്ഞു ബയോമൈനിങ്ങാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആടെ പണ്ടേ പഞ്ചായത്ത് ഉണ്ടായാലും കൊണ്ടുപോയിട്ട വേസ്റ്റുകളെല്ലാം നമ്മൾ പ്ലാസ്റ്റിക്കെല്ലാം തിരിച്ചെടുക്കുന്നതായതുകൊണ്ട് അവർക്ക് വളരെ സന്തോഷമാണ്. അതെല്ലാം നീക്കം ചെയ്യുമ്പോൾ അവരെ കിണറിലൊന്നും വെള്ളം പോയി അത് ശുദ്ധമാക്കും എന്നതിനുള്ള ഒരു വേദി ഒരുക്കലാണല്ലോ. അതിന് നമ്മൾ വരണമെന്നില്ല, നിങ്ങൾ തന്നെ തീരുമാനം എടുത്താൽ വരുന്നതിനാണ് ഞാൻ ഒരാളെ വിളിച്ചാലും പറഞ്ഞത്. എന്തായാലും വരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു, എത്തിയിട്ട് കാണില്ല. വന്നിട്ടുള്ളവരെ പ്രത്യേകം തന്നെ അഭിനന്ദിക്കുകയാണ്. നാടിനുള്ള പ്രവർത്തനത്തിന് നമ്മുടെ കൂടെ ഒപ്പരം നിൽക്കുന്നതിന് വളരെയേറെ സന്തോഷം. അപ്പോൾ ഈ പരിപാടി KSWMB നമ്മളിപ്പോൾ ഒരു 2 വർഷമായി പദ്ധതി വെച്ചുകൊണ്ടിരിക്കുന്നതാണ്. ആ പദ്ധതിയുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ നീങ്ങാത്തതിൽ ഒരു വലിയ ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ മാറി ഇപ്പോൾ വേഗം തന്നെ എല്ലാ പദ്ധതികൾ വെച്ചതെല്ലാം വേഗം തുടങ്ങുന്നു എന്ന് പറയുമ്പോൾ വളരെ സന്തോഷം. ഇപ്പം നമ്മുടെ നഗരസഭയിലെ അത്തിത്തട്ട് ട്രെഞ്ചിനോട് ഒരു 220 സ്ഥലമുണ്ട്, 2.5 ഏക്കർ 20 സെൻറ്റ് സ്ഥലമുണ്ട്. ആ സ്ഥലത്ത് കൃത്യമായി പണിയെടുത്താൽ തന്നെ നമുക്ക് തോന്നും ഇപ്പോൾ നമ്മുടെ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പറഞ്ഞ പോലെ എല്ലാ സ്ഥലത്തും പോയിട്ടുള്ള പ്രശ്നത്തിൻ്റെ അത്രയും ഒരു ഗുരുതരമായ അവസ്ഥയില്ല. പക്ഷേ ഇന്നലെയും ശുചിത്വ മിഷൻ്റെ അകത്ത് നില നമുക്ക് പിന്നെയും കത്ത് വന്നിട്ടുണ്ടായിരുന്നു. കുറേയേറെ പ്രയാസങ്ങളുണ്ട്. ഓരോ സ്ഥലത്ത് നമ്മൾ ഇടപെടുന്നതിനനുസരിച്ച് കച്ചവടക്കാരെല്ലാം എവിടെയാണ് വേസ്റ്റ് ഇടേണ്ടത്, എവിടെയാണ് വെള്ളം ഒഴുക്കേണ്ടതെന്ന് വെച്ച് കാത്തിരിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അതിൽ നിന്ന് മാറ്റം വരുത്താൻ ഇതേപോലുള്ള പദ്ധതികളും ചാനലുകൾ വാർത്തയും അവർക്ക് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് എല്ലാ സ്ഥലത്തും പോയി ഒരു കൃത്യമായ നിർവഹണമുണ്ടെങ്കിൽ അതിനെല്ലാം മാറ്റിയെടുക്കാൻ സാധിക്കും. ഇപ്പോൾ നഗരസഭയിൽ എല്ലാ സ്ഥലത്തും കുറേ മാറ്റം വരുത്താൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഇനിയും ഇതിൻ്റെ എല്ലാ ആൾക്കാരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടെങ്കിൽ ഈ ഒരു പദ്ധതി നമുക്ക് ഗംഭീരമായി മാറ്റാനും നഗരസഭയ്ക്ക് ഒരു മുതൽക്കൂട്ടാക്കി മാറ്റാനുള്ള അവസ്ഥയിലെത്തും.